ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ DMOയെ ചുമതലപ്പെടുത്തി. കുറ്റിച്ചിറ വൈലാത്ര സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. മ്ലാവിറച്ചി ലാബ് പരിശോധനയിൽ പശുവിറച്ചിയായി. ചാലക്കുടിയിലെ യൂണിയൻ തൊഴിലാളികളായിരുന്ന സുജേഷും ജോബിയും മ്ലാവിറച്ചി കൈവശം വെച്ചതായി ആരോപിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞത് 39 ദിവസം. മാളഷ്ടമിച്ചിറ പുളിയിലക്കുന്നിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. വെള്ളാനി ആനയുടെ വീട്ടിലെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ DMOയെ ചുമതലപ്പെടുത്തി. കുറ്റിച്ചിറ വൈലാത്ര സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്നതിനായി അനസ്തേഷ്യ നൽകിയ സിനീഷ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ഓപ്പറേഷനായാണ് യുവാവിനെ പ്രവേശിപ്പിച്ചത്. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് ഹൃദയാഘാതം സംഭവിച്ച കുറ്റിച്ചിറ വൈലാത്ര വീട്ടിൽ സിനീഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീണ്ടും ഹൃദയാഘാതമുണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ വീഴ്ചയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. തുടർന്ന് കളക്ടർ DMOയ്ക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സിനീഷിന്റെ മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം നാളെ നടത്തും. മീഡിയ ടൈം, ചാലക്കുടി. മ്ലാവിറച്ചി ലാബ് പരിശോധനയിൽ പശുവിറച്ചിയായി. കുടുംബവും ജീവിതവും തകർന്ന് സുജേഷ്. ചാലക്കുടിയിലെ യൂണിയൻ തൊഴിലാളികളായിരുന്ന സുജേഷിനെയും ജോബിനെയും മ്ലാവിറച്ചി കൈവശം വെച്ചതായി ആരോപിച്ച് 2024 സെപ്റ്റംബറിലാണ് വനം വകുപ്പ് പിടികൂടിയത്. പേരാമ്പ്ര മേച്ചിറ കാര്യാടൻ സുജേഷ് 2ാം പ്രതിയും സുഹൃത്ത് ജോബി 1ാം പ്രതിയുമായാണ് കേസെടുത്തത്. കേസിൽ ഇരുവരും 39 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഫോറൻസിക് ലാബ് പരിശോധനാ റിപ്പോർട്ടിൽ പശുവിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചിയാണെന്ന് വ്യക്തമായതോടെ ഇരുവരെയും കോടതി വെറുതെ വിടുകയായിരുന്നു. കേസിനെ തുടർന്ന് യൂണിയൻ ജോലിയിൽ നിന്നും ഇരുവരെയും പിരിച്ചുവിട്ടു. സുജേഷിന്റെ ഭാര്യ ഇയാളിൽ വിവാഹമോചനം നേടി. 2 കുട്ടികളും സുജിത്തിനൊപ്പമാണ്. ഇവരെ പുലർത്താൻ രാത്രി ഓട്ടോ ഓടിക്കുകയാണ് ഇയാൾ. തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചാണ് വനംവകുപ്പുകാർ കുറ്റം സമ്മതിപ്പിച്ചതെന്ന് സുജേഷ് പറഞ്ഞു. ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർമാരെ ഇതെല്ലാം ഇറച്ചി, ഇത് പശുവിൻ്റെ ഇറച്ചിയാണ്, ബീഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം, തെളിയിച്ചാൽ മതി എന്നും പറഞ്ഞ് ജോബിനെ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നെ മാനസികവും ശാരീരികമായിട്ട് ഉപദ്രവിച്ച് എന്നെ അടിച്ചേൽപ്പിച്ചു ആ കേസ്. എനിക്ക് വേറെ നിർവാഹം ഉണ്ടായില്ല ആ സമയത്ത്. എന്നിട്ട് അവർ തന്നെ എൻ്റെ നിന്ന് കുറേ എഴുതി മേടിച്ചിട്ടുണ്ട്, കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെയ്തിട്ടാണ് ഇതൊക്കെ എടുത്താണ്. അവരിൽ കുറേ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇതുള്ളതല്ല. കാരണം ഇത് റിസൾട്ട് വന്നാണ് ഏറ്റവും വലിയ തെളിവ്. അവരിൽ വേറെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വീണ്ടും കള്ളക്കേസിൽ കൊടുക്കാനുള്ള പേടിയുണ്ട് എനിക്ക്. എന്നാലും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി നോക്കുന്നത്. അത് തെളിഞ്ഞിട്ടുമുണ്ട്. ഇനി ഞാനിവിടെ ഇപ്പോൾ ഒക്ടോബർ 39 ദിവസം ഞാൻ ജയിലിൽ കിടന്നു. തനിക്ക് ജോലി തിരിച്ചു കിട്ടണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്നും സുജേഷ് പറയുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരികയും മാനസിക ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇപ്പോഴും നടുക്കുന്ന ഓർമ്മയാണ് ഇവർക്ക്. മീഡിയ ടൈം, ചാലക്കുടി. മാളഷ്ടമിച്ചിറ പുളിയിലക്കുന്നിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. വെള്ളാനി ആനയുടെ വീട്ടിലെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ഇന്ന് രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കുമ്പോഴാണ് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്തതുകൊണ്ട് ആടുകൾ കരയുന്ന ശബ്ദം ഇവർ കേട്ടിരുന്നില്ല. ഭിന്നശേഷിക്കാരായ ആനിയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതായത്.
2 മാസം മുൻപ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ വീട്ടിൽ ഗോപിയുടെ വീട്ടിലെ 6 ആടുകൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുറുനരി പോലുള്ള വന്യജീവികൾ പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിരിക്കുകയാണ്. ഉപജീവനത്തിനായി വളർത്തുന്ന മൃഗങ്ങളെ വന്യജീവികൾ കൊല്ലുന്നത് മൂലം കുടുംബങ്ങൾക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടാകുന്നത്. സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകളിൽ കുറുനരികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പതിവായി പ്രദേശത്തുണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് വാർഡ് മെമ്പർ CS രഘു ആവശ്യപ്പെട്ടു. അഷ്ടമിച്ചിറ അമ്പഴക്കാട് മേഖലകളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നൊരു പ്രവണത വന്യജീവികളുടെ ആക്രമണമാണെന്ന് പലപ്പോഴും ഇതിൻ്റെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കുറുനരി പോലുള്ള വന്യജീവികൾ ഈ ഭാഗത്ത് ധാരാളമായി കണ്ടുവരുന്നതായിട്ട് ജനങ്ങൾ പരാതി പറയാറുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം വേണ്ടതാണ്. ഉപജീവനത്തിനായി വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതാണ്. ചുറ്റുവട്ടമുള്ള കാട് പിടിച്ച് കിടക്കുന്ന വിജനമായ സ്ഥലങ്ങളിൽ ഈ കുറുനരികളുടെ ശല്യമുള്ളതായിട്ട് നാട്ടുകാർ പരാതിപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് മഴ ശക്തമാകാൻ കാരണം. വരും മണിക്കൂറിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. തീവ്രമഴ കണക്കിലെടുത്ത് ഇന്ന് 5 ജില്ലകളിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കേരളം മുഴുവൻ അതിശക്തമായ മഴയ്ക്കും തീവ്രമഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാള ജൂത സിനഗോഗിന്റെ മേൽക്കുര തകർന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ ആവശ്യപ്പെട്ടു. അമ്പിളി സജീവ്, ലിസി സേവ്യർ, നിത ജോഷി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് മാള പഞ്ചായത്തിലെ കമ്മിറ്റി യോഗത്തിൽ ആദ്യം തന്നെ നമ്മുടെ TP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റായ TP രവീന്ദ്രൻ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നലെ തകർന്നു വീണ സിനഗോഗുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയമാണ് അവർ അവതരിപ്പിച്ചത്. അതിൽ അവർ പറയുന്ന പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശോചനീയാവസ്ഥ നിലനിൽക്കെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സമയത്തുണ്ടായ മഴയിൽ തകർന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഒരു പ്രമേയമാണ് ഇന്നിപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ വിയോജനം അറിയിക്കുകയാണ്. കാരണം 2020 ഇന്നലെ MLA ഒരു പത്രപ്രസ്താവന തന്നിരുന്നു. അതായത് 2023 ഇത്ര ലക്ഷം രൂപ ചിലവാക്കി, ഇത്ര ലക്ഷം രൂപ കൊടുത്തു, ബാലൻസ് പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അതുമ്പോൾ നവീകരണം കഴിഞ്ഞതാണ്. ഈ നവീകരണം കഴിഞ്ഞ ഒരു സാധനത്തുമ്മേ നവീകരണം നടത്താൻ പോകുന്നു എന്നും പറഞ്ഞൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രമേയം, അതിനെതിരെ ഞങ്ങൾ ശക്തമായ വിയോജനം അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുക്കണം. കാരണം ഈ ഒരു കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം, ഈ പഞ്ചായത്ത് കമ്മിറ്റി അതിലൊരു പങ്കുമില്ലെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തി അതിൻ്റെ കാരണക്കാർ ആ പൈസ പോയ ഇത്ര കാശ് ചിലവാക്കിയൊരു പൈസ അതെവിടെ പോയെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം മാള പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കുണ്ട്. അത് കണ്ടുപിടിക്കാതെ ഇങ്ങനൊരു പൊടിയിടാൻ, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനൊരു പ്രമേയം അവതരിപ്പിച്ച് അങ്ങനെ ഒരു പ്രമേയത്തെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പിറകിൽ ലോറി ഇടിച്ചു കയറി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് പോവുകയായിരുന്ന മിനി വാനിന് പിറകിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. അങ്കമാലിയിൽ നിന്നും പട്ടിക്കാട് പോവുകയായിരുന്നു ലോറി. ആർക്കും പരിക്കില്ല. അപകടത്തിൽ ലോറി റോഡിന് കുറുകെ കിടന്നത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു.
ഇതിനിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട ടോറസ് ലോറി മുൻപിലുണ്ടായിരുന്ന കാറിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. തൃശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്ന 1.25 കിലോ സ്വർണം കവർന്നു. കോയമ്പത്തൂരിൽ വെച്ചാണ് സംഭവം. തൃശൂരിലെ JP ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരികയായിരുന്ന 1.25 കിലോ സ്വർണം ലോറിയിലെത്തിയ സംഘം കാർ തടഞ്ഞ് കവരുകയായിരുന്നു. 60,000 രൂപയും കാറും നഷ്ടപ്പെട്ടു. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. JP ജ്വല്ലറി ഉടമ ജെയ്സൺ ജേക്കബ് സഹായിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. വഴിയോരങ്ങൾ ഭാരമേറിയ വാഹനങ്ങൾ കയ്യേറിയതോടെ ചാലക്കുടി ട്രാംവേ റോഡിൽ ഗതാഗതം ദുസ്സഹമാകുന്നു. ആനമല ജംഗ്ഷനിൽ നിന്നും അടിപ്പാതയിലേക്കുള്ള ട്രാംവേ റോഡിന് ഇരുഭാഗത്തുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുമൂലം ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറി. വീതിയുള്ള ഈ റോഡിന്റെ ഓരങ്ങളിൽ ലോറികളും ടാങ്കറുകളടക്കമുള്ള വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പലപ്പോഴും വൈകിട്ടോടെയാണ് കൊണ്ടുപോകുന്നത്. തിരക്കേറിയ ഈ റോഡിലെ പാർക്കിംഗ് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പാർക്കിംഗ് ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മഴ കനത്തതോടെ ചാലക്കുടി പുഴയിൽ ജലവിധാനം ഉയർന്നു. പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറുകൾ മറികടന്നാണ് വെള്ളം ഒഴുകുന്നത്. എന്നാൽ പുഴയോരങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. പുഴയിൽ ക്രമാതീതമായ ജലവിധാനം ഉയർന്ന സാഹചര്യത്തിൽ പുഴയിലിറങ്ങി കുളിക്കുന്നതടക്കമുള്ള പ്രവൃത്തികളിൽ പിന്തിരിഞ്ഞ് ജാഗ്രത കാണിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ വായനാശാലകൾ സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും പുരോഗതിയുടെയും വൈജ്ഞാനിക വികാസത്തിന്റെയും കേന്ദ്രങ്ങളായി മാറണമെന്ന് തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി TK ഹാരി ഫാബി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ 7ാം ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. SN പുരത്ത് നടന്ന താലൂക്ക് ലൈബ്രറി സംഗമത്തിൽ താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NS ജയൻ, രേഖ ലോഹിതാക്ഷൻ, സംസ്ഥാന കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, UK സുരേഷ് കുമാർ, മുഷ്താഖ് അലി, ഉണ്ണി പിക്കാസോ, രതീഷ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KV രഘു സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് US ജയലക്ഷ്മി, PTA വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ, MPTA പ്രസിഡന്റ് സന്ധ്യ പ്രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി KP പ്രസുതി എന്നിവർ സംസാരിച്ചു. ബാലവേദി പുല്ലൂറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തക ക്യാമ്പും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. പുല്ലൂറ്റ് DTP യോഗം UP സ്കൂളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാലവേദി സംഘാടക സമിതി ചെയർമാൻ ഷാജി കാക്കശ്ശേരി അനുമോദനം നിർവഹിച്ചു. സുമാ രവി അധ്യക്ഷയായി. NR രമേശ് ബാബു ക്യാമ്പ് നയിച്ചു. തന്മയ, CK രാമനാഥൻ, BB രതീഷ്, സുമാ ശിവൻ, ഗിരിജ ശിവൻ, അനിത ബാബു, ഹണി പീതാംബരൻ, അതിഥി എന്നിവർ സംസാരിച്ചു. മാള കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് 10ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സമാദരണം 2025 സംഘടിപ്പിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കൾ അപേക്ഷകൾ കേബിൾ TV ഓപ്പറേറ്റർമാർ വഴി സമർപ്പിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 15. കൂടുതൽ വിവരങ്ങൾക്ക് 85901304 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ DMOയെ ചുമതലപ്പെടുത്തി. കുറ്റിച്ചിറ വൈലാത്ര സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. മ്ലാവിറച്ചി ലാബ് പരിശോധനയിൽ പശുവിറച്ചിയായി. ചാലക്കുടിയിലെ യൂണിയൻ തൊഴിലാളികളായിരുന്ന സുജേഷും ജോബിയും മ്ലാവിറച്ചി കൈവശം വെച്ചതായി ആരോപിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞത് 39 ദിവസം. മാള അഷ്ടമിച്ചിറ പുളിയിലക്കുന്നിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. വെള്ളാനി ആനയുടെ വീട്ടിലെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.